തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യമുണ്ടായത്. ഇത്തരത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൃശൂർ എയ്യാലിൽ സോയ എന്ന് പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാള എരവത്തൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അവന്തികയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവന്തികയും ഇളയ സഹോദരിയും വീട്ടിനുള്ളിൽ മാത്രമുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ സംഭവിക്കുന്നത്. ഈ പ്രദേശത്ത് തന്നെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അലോകിനെയും ഫെബ്രുവരി 22-ന് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. വീടിനുള്ളിലെ വാഷ്റൂമിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മരണവാർത്തകളൊക്കെയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദുരൂഹതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചു വരികയാണ്. എങ്കിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടത്. വിദ്യാർത്ഥികളുമായൊക്കെ രക്ഷിതാക്കൾ എന്നും സംസാരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. പറയുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പല ആളുകളും ചെയ്യുന്ന കാര്യമായിരിക്കും. എങ്കിലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നത്. ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടത്, അവരോട് സംസാരിക്കേണ്ടതിൻ്റെ അനിവാര്യതയൊക്കെ ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മളിപ്പോൾ തൃശ്ശൂർ വാർത്തയിലൂടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.